ഓയിലേഴ്സ് തിയറം. ഫെർമാറ്റ്സ് തിയറം ഉള്ള പോലെ തന്നെ ഉള്ള വേറൊരു തിയറമാണ് ഓയിലേഴ്സ് തിയറം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഫെർമാറ്റ്സ് തിയറം എപ്പോഴും പ്രൈമിനും ഓയിലേഴ്സ് തിയറം എപ്പോഴും കോമ്പോസിറ്റിനായിരിക്കും. ഈ ഓയിലേഴ്സ് തിയറവും നമ്മൾ നേരത്തെ ഫെർമാറ്റ്സ് പഠിച്ച പോലെ തന്നെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കും. സോ ഓയിലേഴ്സ് തിയറത്തിൻ്റെ ഫോർമുലയാണ് ഇത്. ഫോർ എവരി എ കോമ എൻ that are relatively prime a of phi of n. നമ്മൾ നേരത്തെ കണ്ട ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷനിലെ phi of n കോൺഗ്രുവൻറ്റ് 1 mod n ആയിരിക്കും. അല്ലെങ്കിൽ a raised to k into phi of n plus 1 എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് to a mod n ആയിരിക്കും. ഇവിടെ ഇത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആണെന്നുള്ള റിക്വയർമെൻറ്റ് ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇൻവേഴ്സിന് എങ്ങനെയായിരിക്കും? എ കോമ എൻ ആർ റിലേറ്റീവ്ലി പ്രൈം, ദെൻ എ ഇൻവേഴ്സ് മോഡ് എൻ എന്ന് പറയുന്നത് എ റേസ് ടു ഫൈ ഓഫ് എൻ മൈനസ് 1 മോഡ് എൻ ആയിരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതേപോലെ തന്നെ കുറേ പവറുള്ള നമ്പേഴ്സ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ ഓയിലേഴ്സ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറമോ എടുത്ത് പറയുന്നുണ്ടാവില്ല. ക്വസ്റ്റ്യനിലെ നമ്പർ ഈ മോഡ് എത്രയാണോ തന്നിരിക്കുന്നത് അത് പ്രൈമാണോ കോമ്പസിറ്റ് ആണോ എന്നനുസരിച്ച് നമ്മൾ ഫെർമാറ്റ്സോ ഓയിലേഴ്സോ ഉപയോഗിക്കേണ്ടി വരും. പ്രൈം ആണെങ്കിൽ ഫെർമാറ്റ്സും കോമ്പസിറ്റ് ആണെങ്കിൽ ഓയിലേഴ്സും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ക്വസ്റ്റ്യനിലും ഫെർമാറ്റ് ആണോ ഓയിലർ ആണോ എന്ന് പ്രത്യേകം പറയണമെന്നില്ല യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പം 6 raised to 24 mod 35. അപ്പോൾ 35 എന്ന് പറയുന്നത് എന്താണ്? 7 into 5 ആണ്. അത് രണ്ടും പ്രൈം ആയതുകൊണ്ട് തന്നെ 5 of 35 എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, ഇവിടെ എ ഇസ് 6, എം ഇസ് 35, GCD ഓഫ് 6,35 എന്ന് പറയുന്നത് 1 ആണ്. കാരണം എന്താ? ഫോർ എവരി എ കോമ എൻ ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആണ്. GCD 1 ആണ്. എ കണ്ടുപിടിച്ചു, എം കണ്ടുപിടിച്ചു. അപ്പം 6 raised to 5 of 35 എന്തായിരിക്കും? കോൺഗ്രുവൻറ്റ് 1 mod 35 ആയിരിക്കും. 5 of 35 എത്രയാണ്? 24 ആണ്. സോ 6 raised to 24 ഇസ് കോൺഗ്രുവൻറ്റ് 1 mod 35. ഇപ്പോൾ 6 raised to 24 mod 35യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ വേർഷൻ എന്ന് പറയുന്നത് RSA ക്രിപ്റ്റോ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. ഈ ഓയിലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് എക്സ്പോണൻ്റ് ആയിട്ടുള്ള വലിയ വാല്യൂസൊക്കെ എക്സ്പോണൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിന് ഈസി ആയിരിക്കും. സോ 20 raised to 62 mod 77 എന്ന് പറയുന്നത് എന്താ? 20യും 77ഉം റിലേറ്റീവ്ലി പ്രൈമാണ്. 5 of 77 എന്ന് പറയുന്നത് 60 ആണ്. സോ 20 raised to 62 അല്ലേ നമുക്ക് വേണ്ടത്? അപ്പം 20 raised to 60 നമുക്ക് കിട്ടി. പിന്നെന്താ? ബാക്കിയുള്ള 20 raised to 2 കണ്ടുപിടിച്ചാൽ മതി. സോ 20 raised to 60 into 20 raised to 2 mod 77. സോ 20 square എന്ന് പറഞ്ഞാൽ 400 mod 77, 15 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. സിമിലർലി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസും ചെയ്യാം. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ n പ്രൈം ആണെങ്കിൽ പി ആണെങ്കിൽ ഫെർമാറ്റ്സും, പ്രൈം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആണെങ്കിൽ ഓയിലേഴ്സും ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഓയിലേഴ്സ് തിയറം ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സസ് മോഡുലോ എ കോമ്പോസിറ്റ് നമ്പർ. എ ഇൻവേഴ്സ് മോഡ് n എന്ന് പറയുന്നത് എ ഓഫ് 5 of n മൈനസ് 1 mod n. ഫോർമുല തെറ്റിപ്പോവരുത്. ഓയിലേഴ്സിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്. So the answers to multiplicative inverse modulo a composite can be found without using the extended Euclidean algorithm if we know the factorization of the composite. അപ്പോൾ ആ കോമ്പോസിറ്റിനെ ഫാക്ടറൈസ് ചെയ്യാം. എക്സാമ്പിൾ 8 inverse mod 77 എന്ന് പറയുന്നത് എന്താ? 8 raised to 5 of 77 minus 1. 5 of 77ന് 7 into 11 എഴുതാം. സോ 6 into 10 equal to 60. GCD of 8,77 എന്ന് പറയുന്നത് 1 ആണ്. സോ 8 raised to 5 of n minus 1 എന്ന് പറയുമ്പോൾ 8 raised to 59 mod 77. അതിനെ ചെറുതാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് 29 mod 77 കിട്ടും. ദാറ്റ് ഇസ് 8 into 29 കോൺഗ്രുവൻറ്റ് to 1 mod 77. അതായത് 8 into 29 എടുത്ത് mod 77 ചെയ്താൽ കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. ഈ ഇൻവേഴ്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ഫെർമാറ്റ് ആയാലും യൂക്ലിഡിയൻ ആയാലും ഈ ഓയിലേഴ്സ് ആയാലും കറക്റ്റാണോ നോക്കാനായിട്ട് ചെയ്യേണ്ടത് കിട്ടുന്ന ആൻസറും ക്വസ്റ്റ്യനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ക്വസ്റ്റ്യൻ്റെ നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 1 ആണ് റിമൈൻഡർ കിട്ടുന്നതെങ്കിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ശരിയാണ്, ആൻസർ ശരിയാണ്. അല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കണം.